ഗുഡ് മോർണിംഗ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ടീച്ചർ എപ്പോഴും ഇങ്ങനെ ഹിന്ദിയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിരുന്നു ചോദിക്കുകയാണ് അല്ലേ? നിങ്ങളെല്ലാവരും അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ വെറുതെ എന്തിനാ ടീച്ചർ ഇങ്ങനെ ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ടീച്ചർക്ക് വേറെ ഒന്നുമില്ലല്ലോ, ടീച്ചർക്ക് ചോദിക്കും. നിങ്ങളൊക്കെ പഠിച്ചിങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നിങ്ങൾ ടീച്ചർ എന്നോട് ചോദിച്ചിരുന്നു, അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കണം എന്നുള്ളതൊക്കെ വരുന്നത്. നമുക്ക് വീണ്ടും ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നത്? നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക് ഉള്ള 2 ലെറ്റേഴ്സ് ആയിരുന്നു അല്ലെ പഠിച്ചിരുന്നത്? ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? ഇതെന്താ അത്? ഷ. ഇങ്ങനെ എഴുതിയാൽ എന്താണത്? ഷ. ഇനിയോ ഇതെന്തായിരുന്നു? ഇത് ത്ര. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഷായും പഠിച്ചു, ത്രായും പഠിച്ചു. ഓക്കെ, ഇനി നമ്മള് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? ഷായും ത്രായും കഴിഞ്ഞ് പിന്നെ അടുത്ത് പഠിക്കാൻ പോകുന്ന ലെറ്റർ എന്നറിയോ? ഞാ. എന്താണ്? ഞാ. ഞാ. എങ്ങനെയാ വായിക്കത്? ഞാ. അതെങ്ങനെയാണെന്നറിയോ എഴുതുന്നത്? നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പഠിച്ചിരുന്നു. ഇങ്ങനെ നിങ്ങൾ എഴുതാനും അത് വെച്ചിട്ടുള്ള വാക്ക് നിങ്ങൾ പഠിച്ചിരുന്നു. ഇങ്ങനെ എഴുതണ്ട, അതില് ഇത്രയും പോവാതെ ഇതിലൊരു കുനിപ്പിട്ടിട്ട് ഇങ്ങനെ എഴുതുന്നത് ആണ് എന്താ പറയാ? ഞാ. ഇങ്ങനെ എഴുതൽ എന്താണ്? ഞാ. എങ്ങനെ വായിക്കാം? ഞാ. എങ്ങനെയാണ്? നമ്മളിത് എഴുതാൻ പഠിച്ചിരുന്നു. ഇതിനിട്ട് ഇതിലിതാ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ എന്താണ് നമ്മൾ വായിക്കുക? ഞാ. ഇതെന്താണ് എന്റെ ലെറ്റർ? ഞാ. ടീച്ചറോടൊപ്പം പറയൂ. ഞാ. ഞാ. എന്താണ്? ഞാ. ഞാ വെച്ചിട്ട് വരുന്ന വാക്ക് ഏതാണെന്ന് നോക്കാം. ഞാസേ. എന്താണെന്നറിയോ? അവിടെ പേജ് നമ്പർ 13 എടുക്കുക. അതിലൊരു ഒരാള് എന്താ ഒരു ബുക്കും പിടിച്ചിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അല്ലേ? അയാൾ നല്ലോണം ബുക്കൊക്കെ വായിച്ച് നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ആ അറിവുള്ള വ്യക്തിനെ എന്താ പറയാ? ജ്ഞാനി. അറിവുള്ള വ്യക്തിയെ നമ്മൾ എന്താ പറയാ? ജ്ഞാനി. എന്താ പറയാ? ജ്ഞാനി. ജ്ഞാസേ ജ്ഞാനി. വൈസ്മാൻ. വൈസ്മാൻ വേണം ബുദ്ധിമാൻ. വൈസ്മാൻ അറിവുള്ളവൻ, ബുദ്ധിമാൻ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഇങ്ങനെ എഴുതിരുന്നവരെ? ഞാ ആണ് വായിക്കുന്നത്. ഞാ. ടീച്ചറോടൊപ്പം പറയൂ. ഞാ. ഞാൻ വെച്ചിട്ട് വരുന്ന വാക്ക് ഏതായിരുന്നു? ജ്ഞാസേ ജ്ഞാനി. വൈസ്മാൻ. ജ്ഞാനി. വൈസ്മാൻ. ജ്ഞാനി. വൈസ്മാൻ. ജ്ഞാസേ ജ്ഞാനി. വൈസ്മാൻ. ഓക്കെ, അപ്പൊ ന്യായം പഠിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? പുതിയ വാക്കുകൾ, കുറച്ചുകൂടെ റിസ്ക് ഉള്ള കുറച്ച് ലെറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ക്ഷ, ത്ര, ജ്ഞ. ഇനി അടുത്ത് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഏതാണെന്ന് അറിയോ? സ്ര. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ അറിയോ? സ്ര. അതെങ്ങനെയാണെന്നറിയോ എഴുതുന്നത്? ഇങ്ങനെ വരയ്ക്കുന്നു, ദെൻ ഇങ്ങനെ വരയ്ക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. എങ്ങനെയാണ്? സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, അതിൽ നിന്ന് വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇതാണ് എന്ത്? സ്ര. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് വായിക്കും? അത് സ്ര. ഏതാണെന്ത് ലെറ്റർ? സ്ര. ഇനി സ്ര വെച്ചിട്ട് വരുന്ന വാക്ക് ഏതാണെന്ന് നോക്കാം. പേജ് നമ്പർ 39 തന്നെയുണ്ട്. എന്താണത്? നിങ്ങളുടെ എല്ലാവർക്കും നമ്മൾ ഏതിലൂടെയാണ് കേൾക്കുന്നത്? ഇത് നമ്മുടെ ചെവിയാണ് അല്ലെ? ഇതേ ഈ ഒരു സാധനം അല്ലെ, നമ്മളുടെ ചെവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ? ആ ചെവിയെ എന്താണെന്നറിയാ പറയാം? ഹിന്ദിയിൽ എന്താണെന്നറിയാ പറയാം? ഖാൻ എന്നൊക്കെ പറയും. പക്ഷെ ഇതില് എന്താണ് പറയുന്നത്? ശ്രവൺ. ചെവിയിലൂടെ കേൾക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ശ്രവൺ. എന്താണ്? ശ്രവൺ. ശ്രാസേ ശ്രവൺ. ശ്രാസേ ശ്രവൺ. ഇയർ. എന്താണ്? ശ്രവൺ. ശ്രാസേ ശ്രവൺ. ഇയർ. ഇയർ എന്ന് പറഞ്ഞാലും നമ്മൾ ചെവിയിലൂടെ കേൾക്കുക. ചെവി, അതിനാണ് പറയുന്നത് ശ്രവൺ. ശ്രാസേ. എന്താണ് അങ്ങനെ? അതിന് ഈ ലെറ്റർ എന്താണ് നമ്മൾ വായിക്കുക? ശ്ര. ശ്രാസേ ശ്രവൺ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്തിരി ടഫായിട്ടുള്ള ലെറ്റേഴ്സ് അതൊക്കെ പഠിച്ചു. ഇങ്ങനെ എഴുതാൻ എന്ത് വായിച്ചു? ക്ഷ, ത്ര, ജ്ഞ, സ്ര. നിങ്ങൾക്ക് പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നിങ്ങളത് പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഹിന്ദി, നിങ്ങൾക്ക് LKG പഠിക്കേണ്ട ഹിന്ദി എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യണം?
ഹിന്ദി ഫുള്ളായിട്ട് എപ്പോഴും നിങ്ങൾ ഹിന്ദി ആ മുതൽ ഈ ശ്രാ വരെയുള്ള വാക്കുകൾ എഴുതുകയും ചെയ്യണം. അത് വെച്ചിട്ട് വരുന്ന വാക്കുകൾ നിങ്ങൾ പല പ്രാവശ്യം എന്ത് ചെയ്യണം? വായിച്ച് 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 നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടികളാകണം. ഓക്കെ, ബൈ.